പോകണ്ട. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എന്നെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി അല്ലേ? എന്നെ പരിചയപ്പെടുത്തണം. എല്ലാം കൂടെ കുറച്ച് കൂടിപ്പോയി അല്ലേ? പുതിയതായിട്ട് വന്നവർ വിചാരിക്കും ഇങ്ങനെ സ്വയം പൊങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയുണ്ട് സ്വയം പൊങ്ങിയതിൻ്റെ കാര്യത്തിൽ എനിക്കൊരു അവാർഡ് വേറെ തന്നത്? വളരെ സന്തോഷം. കാരണം കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് 26 വർഷം അത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് നിങ്ങൾക്കൊരു പക്ഷേ തോന്നിയേക്കാം നിസാരമാണോ? അല്ലേ? നിസാരമാണ്. ഒരുപാട് കടമ്പകൾ കടന്നുകൊണ്ടാണ് അതും ഇപ്പം ഞങ്ങളൊരു 3 വർഷത്തോളമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതുതായിട്ട് എന്തുകൂടെ ചെയ്യാൻ പറ്റും? അങ്ങനെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിലൂടെ ഒരുപാട് പേരെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന ആ റിയാലിറ്റി മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും ശരി ഇന്നോവേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ മുറുകെ പിടിച്ചു നിൽക്കണം. കാരണം ഇവിടെ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ പുതിയത് നമുക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാവരും ചെയ്യണ പോലെ ചെയ്തിട്ട് വല്ല കാര്യമല്ല. അപ്പം അതിൽ ഞങ്ങൾ പഠിച്ചൊരു കാര്യമാണ് പണം എന്നുള്ളത് നേരായ മാർഗത്തിൽ ഉണ്ടാക്കരുത്. ആരൊക്കെ യോജിക്കുന്നുണ്ട്? പണം നേരായ മാർഗത്തിലൂടെ സമ്പാദിക്കാൻ പാടില്ല. നമ്മൾ എന്താ പഠിച്ചു ശരിക്കും? നേരായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കിയിട്ട് എന്ത് നേടി നമ്മൾ? ദാറ്റ് മീൻസ് ജോലിക്ക് പോയിട്ട് അല്ലേ? നമ്മളൊരു ജോലിക്ക് പോയിട്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ എന്തുണ്ട്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണം ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം. അതിന് ഇന്ന് 2 കാര്യങ്ങളെ പറയാൻ വേണ്ടി പോകുന്നത്. ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ആ പണത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പണത്തെ പണിയെടുപ്പിച്ചുകൊണ്ട് സമ്പന്നനാകാം. ഓപ്ഷൻ 1. നിങ്ങളുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ പറഞ്ഞ പ്രൊജക്റ്റുകൾ മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് സമ്പന്നമാവാൻ സാധിക്കും. 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് ബിഫോർ ലഞ്ചിന് നമ്മൾ എന്ത് ചെയ്യും? ഉച്ചയ്ക്ക് മുമ്പ് പറയാൻ വേണ്ടി പോണത് പണം കയ്യിലുള്ളവർക്കുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം പണം ഇല്ലാത്തവർ. അപ്പൊ 2 വേണ്ട അല്ലേ? അപ്പൊ ആ 2 പ്രൊജക്റ്റുകളും ഇന്നിവിടെ പറയുമ്പോൾ ഇന്ന് ഒരുപാട് കുടുംബങ്ങളെയാണ് ഞങ്ങൾ വലിയ രീതിയിലുള്ള മാറ്റത്തിലേക്ക് വിധേയമായിക്കൊണ്ട്. ഇപ്പൊ ഇവിടെ മാസ്റ്റർ സെറിമണി ചെയ്ത 2 പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്ന് ലിൻഡു മറിയ ജോസഫും മറ്റൊന്ന് ജെയ്സ് ഈശോ. കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നത് ഇന്ന് ഈ കമ്പനിയിൽ നിന്ന് വാങ്ങുന്നത് 20 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് പ്രതിമാസം. അതിന്റെ പ്രത്യേകത ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് മേഖല. ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പണം ഉള്ളവർക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കാം. പണം കയ്യിലില്ലാത്തവർക്ക് അത് കൊടുത്തുകൊണ്ടും പണം ഉണ്ടാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ദുബായിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ദുബായിന് ഏറ്റവും കൂടുതൽ വരുമാനം കൂടുതൽ കിട്ടുന്ന 3 മേഖല പ്രതിപാദിച്ചത്. ഒന്ന് പറഞ്ഞത് 3 മുതൽ 10 ലക്ഷം രൂപ വരെ ശമ്പളം എമിറേറ്റ്സിലെ ക്യാബിൻ ക്രൂ. രണ്ടാമത് പറഞ്ഞത് കാൻഡിഡേറ്റ് ഡോക്ടേഴ്സ് 15 മുതൽ 25 ലക്ഷം രൂപ ശമ്പളം. മൂന്നാമത് പറഞ്ഞത് അൺലിമിറ്റഡ് ഇൻകം, ദാറ്റ് ഈസ് റിയൽ എസ്റ്റേറ്റ്. അപ്പൊ അത്തരത്തില് വളരെയധികം ഗ്രോത്ത് ഉള്ള മേഖല